ചൈന അണക്കെട്ട് നിർമ്മിക്കുന്നു. അതും ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്. ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് ടിബറ്റിലെ ബ്രഹ്മപുത്ര നദിയിലാണ് അണക്കെട്ട് നിർമ്മിക്കാൻ ചൈന അനുമതി നൽകിയത്. ബ്രഹ്മപുത്രയുടെ ടിബറ്റൻ നാമമായ യാർലുങ് സാങ്ബോ നദിയുടെ താഴ്വരയിലാണ് പദ്ധതി വരുന്നത്. ചൈനയിലെ സർക്കാർ നടത്തുന്ന സിൻഹുവ വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. $137 ബില്യൺ പദ്ധതിയുടെ ചെലവ്. പദ്ധതിയിലൂടെ പ്രതിവർഷം 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് ചൈന പ്രതീക്ഷിക്കുന്നത്. ഇതിലൂടെ 30 കോടി ജനങ്ങൾക്ക് വൈദ്യുതി നൽകാൻ കഴിയുമെന്നാണ് ചൈന കരുതുന്നത്. അണക്കെട്ട് ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും കനത്ത ആശങ്ക ഉയർത്തുന്നുണ്ട്. ഡാം അരുണാചൽ പ്രദേശിലും ബംഗ്ലാദേശിലും പ്രളയമുണ്ടാക്കുമെന്നാണ് ഭയക്കുന്നത്. ജലക്ഷാമത്തിനും കാരണമായേക്കാം. ഇത് അതിർത്തി ഗ്രാമങ്ങളിലെ ജനജീവിതത്തെയും സാരമായി ബാധിച്ചേക്കാം എന്ന ആശങ്കയുണ്ട്. ടിബറ്റൻ പീഠഭൂമി തുടർച്ചയായി ഭൂകമ്പം അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെ ഇത്രയും വലിയ അണക്കെട്ട് പണിയുന്നത് പരിസ്ഥിതി ആഘാതത്തിനും ഭൂകമ്പത്തിനും ആക്കം കൂട്ടുമെന്നാണ് ഇന്ത്യയുടെ ആശങ്ക. എന്നാൽ പദ്ധതിക്ക് വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകില്ലെന്നാണ് ചൈന അധികൃതർ അവകാശപ്പെടുന്നത്. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും ബംഗ്ലാദേശിലേക്കും യു ആകൃതിയിൽ വളഞ്ഞൊഴുകുന്ന ഹിമാലയൻ പ്രദേശത്തെ മലയിടുക്കിലാണ് അണക്കെട്ട് ചൈന നിർമ്മിക്കുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിനായി ടിബറ്റിലെ ഏറ്റവും നീളം കൂടിയ നദിയായ യാർലുങ് സാങ്ബോയുടെ ഒഴുക്ക് തിരിച്ചുവിടും. ഇതിനായി നംച ബർവ പർവ്വതത്തിലൂടെ 20 കിലോമീറ്റർ നീളമുള്ള 4 തുരങ്കങ്ങളെങ്കിലും ആവശ്യമായി വരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് ചൈനയിലെ നിലവിലെ ഏറ്റവും വലിയ അണക്കെട്ടായ 3 ഗോർജസിനെ മറികടക്കുമെന്ന് ചൈനീസ് സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തു. 2020 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്ലീനം അംഗീകരിച്ച 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അണക്കെട്ടിൻ്റെ നിർമ്മാണം. ചൈനയിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് നിർദ്ദിഷ്ട പദ്ധതി പ്രദേശം. 300 ബില്യൺ കിലോവാട്ട് വൈദ്യുതി പ്രതിവർഷം ഇവിടെ നിന്ന് നിർമ്മിക്കാമെന്ന് ചൈന കണക്കുകൂട്ടുന്നു. ഇത് 300 ദശലക്ഷം ജനങ്ങളുടെ വാർഷിക ഉപഭോഗത്തിന് പര്യാപ്തമാണെന്നും ചൈന കണക്കുകൂട്ടുന്നുണ്ട്. അതേസമയം ചൈന അതിർത്തിയിൽ ഭീമൻ അണക്കെട്ട് നിർമ്മിക്കുന്ന വാർത്തയിൽ ഇന്ത്യ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. സ്ഥിതിഗതികൾ കൃത്യമായി വീക്ഷിക്കുകയാണെന്നും ബ്രഹ്മപുത്രയിൽ അണക്കെട്ട് നിർമ്മിക്കുന്നത് സംബന്ധിച്ച് ചൈന ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കുന്നു.